അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? സി എം മടവൂരാണെന്ന് പറഞ്ഞവരാരാണ്? ലോകം നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ലോക മുസ്ലിങ്ങൾ പറയും അള്ളാഹു ആണെന്ന്. എന്നാൽ സമസ്തക്കാർ പറയും സി എം മടവൂരാണെന്ന്. സി എം മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തത് ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ് ആദ്യം പറയുന്നത്. പകരം ബാപ്പൂട്ടി മുസ്ലിയാരാണ് പറയുന്നത്. മുള്ളൂർക്കര സക്കാഫിനെ പോലെയുള്ള മുസ്ലിയാക്കന്മാരാണ് പറയുന്നത്. നൗഷാദ് ഹസനിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാരാണ് പറയുന്നത്. അതുപോലെ തന്നെ നൗഷാദിൻ്റെ ശിഷ്യൻ്റെ ഒരു നീർക്കോലിനെ പോലത്തെ സാധനം അല്ലാ എന്ന് സി എം മടവൂർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ സാധനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ സാധനത്തിൻ്റെ ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ വേറൊന്ന് ചങ്ങാതിയും കൂടി ഉണ്ടാകാറുണ്ട്, ഒരു വായാടി, അവനും ഇത് പറയുന്നുണ്ട്. അതുപോലെ നിരവധി മുസ്ലിയാക്കന്മാർ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്താലയം പഠിപ്പിച്ചത് എന്താണ്? സമസ്താലയം പഠിപ്പിച്ചതാണ് സി എം മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത്. മഹാന്മാർക്ക് അങ്ങനെ കഴിവുണ്ട്. അതുപോലെ നെയ്മി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഈ ലോകം ആധികാരികമായി നിയന്ത്രിക്കുന്നത് റസൂലുള്ളയാണ് എന്ന്. അതായത് ലോകം നിയന്ത്രിക്കുന്ന മഹാന്മാരാണ് എന്നുള്ള വാദമൊക്കെ കൊണ്ടുവന്നത് സമസ്താലയത്തിലെ കുബൂരി പാതിരിമാർ തന്നെയാണ്. എന്നാൽ ഇവിടെ പേരോട് സക്കാഫി പറയുന്നത് എന്താണ് എന്ന് കേൾക്കണോ? മുജാഹിദുകളാണത്രേ സി എം മടവൂരാണ്, സി എം മടവൂർ അങ്ങനെ പൊക്കി വെച്ചിട്ട് സി എം മടവൂർ ആണ് ലോകം നിയന്ത്രിക്കുന്നതൊക്കെ പറയിപ്പിച്ചത് മുജാഹിദുകാരാണ്. എന്താ മുജാഹിദുകാർ അങ്ങനെ പറയിപ്പിക്കാൻ കാരണം? മുജാഹിദുകാർക്ക് ചോദിക്കാലോ, എന്തെന്ന് ഈ സി എം മടവൂർ തന്നെ പ്രാന്തം ജനിക്കുന്നതിന് മുമ്പ് ഈ ലോകം ആരുടെ നിയന്ത്രിച്ചതെന്ന് മുജാഹിദുകാർക്ക് ചോദിക്കാലോ. അതിന് വേണ്ടിയിട്ട് മുജാഹിദുകാർ എടുത്തുകൂട്ടിയാണെന്ന്. ഇത് പറഞ്ഞ ആരാണെന്ന് ഈ സാധനത്തിന് അറിയായിട്ടൊന്നല്ല. ഇയാൾ ഇപ്പോഴും പറയുന്നത്, ഇന്നലെ വരെ ഞാൻ കാണിച്ച വീഡിയോയിൽ പറയുന്നുണ്ട്, യഖൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന. ഒന്നാം നമ്പർ ദജ്ജാലാണ് ഈ പേരോട്. ദജ്ജാലിൻ്റെ പണിയാണ് ഇയാൾ എടുക്കുന്നത്. ഇയാൾക്ക് സത്യം അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇയാൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ജനങ്ങളെ കബളിപ്പിക്കുന്നു. സമസ്താലയം എന്ന് പറയുന്ന ആ കൂടാരം തകരാൻ പോവുകയാണ്. അതിനുള്ളിൽ പുകച്ചലാണ്, നീറ്റലാണ്. അതിൻ്റെയൊക്കെ ആ ഒരു ജാള്യത മറക്കാൻ വേണ്ടി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ട് സാധാരണക്കാരോട് പറയുകയാണ്, എന്താണ്, വഹാബികളാണ് ഇതൊക്കെ പറയിപ്പിച്ചത്. ഈ പറയുന്ന കുബൂരി കൗമുണ്ടല്ലോ, അവർ കാന്ത ദജ്ജാലിൻ്റെയും പകര ദജ്ജാലിൻ്റെയും ഒക്കെ വായിൽ നിന്ന് കേട്ടതാണ് മുസ്ലിയാരെ. ദജ്ജാലി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ജനങ്ങളെ കബളിപ്പിക്കുന്നവർ, ജനങ്ങളെ കള്ളത്തരം പറഞ്ഞ് പഠിപ്പിക്കുന്നവർ, ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളാണല്ലോ ദജ്ജാലുകൾ. ആഖിർ സമാനിൽ ഒരു ദജ്ജാൽ എന്നല്ല, കുറേ ദജ്ജാലുകൾ വരും എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ വിശദീകരിച്ചു തന്നതാണ്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പ്രകാരം നിങ്ങളടക്കം സമസ്താലയത്തിലെ സർവ്വ കുബൂരി പാതിരിമാരും ദജ്ജാലുകളാണ്. ആഖിർ സമാനിലെ ദജ്ജാലുകൾ തന്നെയാണ്. ഉമ്മത്തിനെ കബളിപ്പിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. അവരുടെ പണം നിങ്ങൾ കവരുകയാണ്. അവരെ പലതും പറഞ്ഞ് പറ്റിക്കുകയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു തട്ടിപ്പ് തന്നെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ നടത്തിയത്. സഹോദരങ്ങളെ, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ സംസാരം നമുക്കൊന്ന് കേൾക്കാം. മടവൂരിനെ അങ്ങോട്ട് പൊക്കിയിട്ട് ലോകത്താകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂരിനെ നിയന്ത്രിക്കുക. മടവൂർ ജനിക്കുന്നതിന് മുമ്പില്ല അതൊക്കെ. അപ്പോ ഈ മുജാഹിദിന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇത് മുജാഹിദിനെ ഉണ്ടാക്കുകയാണ് ഈ കക്ഷികളെ. കേട്ടില്ലേ സഹോദരങ്ങളെ? ഈ പറയുന്ന കക്ഷികളൊക്കെ മുജാഹിദുകൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഏതാണ് ഈ കക്ഷികൾ? ഇവരുടെ അപ്പൂപ്പൻ കാന്തപുരമോ? ഇവരുടെ സ്വപ്നജീവി പകരയോ? അല്ല ഇവരെ എന്താണ് സ്വാമിജി ഔലിയാക്കിയ മുള്ളൂർക്കരയോ? അതല്ല ഇവരെ കൂട്ടത്തിൽ നിന്ന് മൂത്ത കുബൂരികളായി മാറിയ മൂത്ത സമസ്തക്കാർ, ഒറിജിനൽ സമസ്തക്കാരായി മാറിയ നൗഷാദ് കുരുവട്ടൂരിയോ? അവരൊക്കെയാണല്ലോ ഇത് പറയുന്നത് സമൂഹത്തിൻ്റെ മുന്നിൽ. അവരൊക്കെ വഹാബികൾ പറയിപ്പിച്ചതാണോ കാന്തപുരത്തെ കൊണ്ട്? വഹാബികൾ പറയിപ്പിച്ചതാണോ നിൻ്റെ പകരയെ കൊണ്ട്? വഹാബികൾ പറയിപ്പിച്ചതാണോ മുള്ളൂർക്കരയെ കൊണ്ട്? അതേപോലെ തന്നെ നൗഷാദിനെയും ടീമിനെ കൊണ്ടൊക്കെ വഹാബികൾ പറയിപ്പിച്ചതാണോ? നാണമില്ലേ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? നിങ്ങൾ പറഞ്ഞ പ്രകാരം ഒന്നാം നമ്പർ ദജ്ജാൽ നിങ്ങളും നിങ്ങളുടെ സമസ്താലയത്തിലെ കുബൂരി പാതിരിമാറും തന്നെയാണ്. ജനങ്ങളെ കബളിപ്പിക്കുന്നു കള്ളത്തരം പറഞ്ഞു. ചോദ്യം ചോദിക്കാലോ, ആകാശഭൂമിയൊക്കെ ഉണ്ടാക്കിയത് മടവൂരാണ്. ആ മടവൂരിയൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ ലോകത്താകെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. സുന്നത്തിയമായിട്ട് ഉത്തരവാദിയല്ല, നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. നിങ്ങളുടെ കുബൂരിസം തന്നെയാണ് ഉത്തരവാദി. സമസ്താലയം തന്നെയാണ് ഉത്തരവാദി. സുന്നത്ത് ജമാഅത്ത് എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് കള്ളത്തരം പ്രചരിപ്പിക്കുന്ന നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. നിങ്ങളെപ്പോലുള്ള മുസ്ലിയാക്കന്മാർ തന്നെയാണ് ഉത്തരവാദി. മനസ്സിലായല്ലേ? ഞങ്ങളതിന് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് തടിയുയാലൊന്നും നടക്കൂല മുസ്ലിയാരെ. നിങ്ങളെ തലയിൽ കെട്ടിത്തരും. ഇല്ലെങ്കിൽ നിങ്ങൾ ആ കൂടാരം വിട്. നിങ്ങൾ ആ കൂടാരം വിട്. എന്നിട്ട് ഇപ്പുറം വന്നിരിക്കുക. ഞങ്ങൾ സ്റ്റേജ് കെട്ടിത്തരാം. മനസ്സിലായല്ലോ? ഞങ്ങൾ സ്റ്റേജ് കെട്ടിത്തരാം. നിങ്ങൾക്ക് വേദി ഞങ്ങൾ ഒരുക്കി തരാം. നിങ്ങൾ അതിനെതിരെ കാന്തപുരത്തിനെതിരോട് സംസാരിക്ക്, പകരക്കെതിരെ സംസാരിക്ക്, അതുപോലെ നൗഷാദ് കുരുവട്ടൂരികൾക്കെതിരെ സംസാരിക്ക്. ആ ദജ്ജാലുകൾ എന്തൊക്കെയാണ് ഇവിടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഛർദ്ദിച്ച് വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എന്തിനാണ് മുജാഹിദുകളെ മെക്കിട്ട് കയറുന്നത്? നിങ്ങളെ കോളേജ് അതൊന്നും പരലോകത്ത് കൊണ്ടുപോകാൻ കഴിയില്ല കാക്ക. കബറിൽ നിങ്ങൾക്ക് ഈ സാധനം ഒന്നും കെട്ടിപ്പറക്കി കൊണ്ടുപോകാൻ കഴിയില്ല. ആടെ നിങ്ങളെ മല്ലിൻ്റെ തുണിയിൽ പൊതിഞ്ഞിട്ട് തന്നെയാണ് കണ്ടൊക്കെ കിടത്തുക. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് അവിടെ പിടിച്ച് തൂങ്ങി നിൽക്കുന്നത്? സുന്നത്തി ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന തഫ്താസാനിയുടെ സറഹുൽ മഖാസിദിലും ഇമാം റാസി റളിയല്ലാഹു തഫ്സീറിലുമൊക്കെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവർ അല്ലാഹുവാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തി. കിതാബിലൊക്കെ അങ്ങനെയുണ്ട്, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങളെ കുബൂരികൾക്ക് അങ്ങനെയല്ലല്ലോ. കുബൂരികൾക്ക് അങ്ങനെയല്ലല്ലോ.
ഇനി നൗഷാദ് കുരുവട്ടൂർ നിങ്ങളോട് പല കാര്യങ്ങളും ചോദിക്കാണ്ട് ഓൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. എ പി ഉസ്താദ് മുശ്രിക്കായി പോയില്ലേ ഈ ഗണത്തിൽ? എ പി ഉസ്താദ് മുശ്രിക്കായി പോയില്ലേ ഈ ഗണത്തിൽ? പറയാനുണ്ടോ? എ പി ഉസ്താദ് മുശ്രിക്കായി പോയില്ലേ ഈ ഗണത്തിൽ? തന്നെയല്ലേ. മാത്രല്ല പിന്നെ എ പി ഉസ്താദ് ഇപ്പൊ അസുഖമായി കുറച്ചു കാലം. അസുഖമായി ഒന്നും കൊണ്ട് ശരിയായി മർക്കസിൽ ആദ്യം പ്രസംഗിക്കാം. ആദ്യത്തെ പ്രസംഗം അതിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉസ്താദ് പറഞ്ഞ എന്താ? ശൈഖുന കുത്തുബുൽ ആലം മുദബ്ബിറുൽ ആലം. ഒരേ അർത്ഥത്തിനാന്ന് അറിയാത്തവരില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, കേട്ടോളൂ. എ പി ഉസ്താദിന്റെ പുതിയ പ്രസംഗം പോലും അതല്ലേ. ഇപ്പോൾ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ഖുത്ബുൽ ആലം സിഎം അബൂബക്കർ മുഹമ്മദ് അബൂബക്കർ ഷെയ്ഖ് മടവൂർ ഷെയ്ഖ് നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും വന്ന് അവിടുത്തെ ഹയാത്ത് സുജൂദ് ചെയ്ത് കുറച്ച് കല്ലെടുത്തിട്ട് അങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ എറിഞ്ഞു എന്നിട്ട് പറഞ്ഞു അതൊക്കെ നമുക്കുള്ളതാട്ടോ. അങ്ങനെ ആ സ്ഥലമൊക്കെ നമ്മളെ കയ്യിലുള്ളത്, എല്ലാവരുടെ സ്ഥലമൊക്കെ നമ്മളെ കയ്യിലുണ്ട്. കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോ ഖുതുബുൽ ആലം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. മാത്രല്ല പിന്നീട് പറഞ്ഞു വരുന്നത് മർക്കസ് വരെ മഹാനരായ ശൈഖുൽ മശായിഖ് മടവൂർ ശൈഖുനായുടെ കറാമത്താണെന്നാണ്. വല്ലാത്ത ജാതി. അപ്പൊ എ പി ഉസ്താദ് ഇപ്പോഴും ആ ഖുതുബുൽ ആലം മുദബ്ബിറുൽ ആലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ. പക്ഷേ ഇയാളിത് കള്ളത്തരം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കിതൊന്നും ഉത്തരവാദിത്തമില്ല, ഞങ്ങളിതൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ പല വിഷയങ്ങളും സമസ്താലയത്തിന് ഷട്ടർ ഇയാളിടും, ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സമസ്തയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം സമസ്തയിൽ പ്രശ്നമുണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം സമസ്ത അന്ന് പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. സമസ്തായിസത്തിലെ മുസ്ലിയാക്കന്മാർ പലരും പല കോലത്തിലായിട്ടുണ്ട്. മുജാഹിദിനെ ചൊറിയാൻ നടന്ന് പേരോട് ആകെ മാറി. സാധാരണ പറയാറുണ്ട് പേരോടിയാൽ വേരോട് മുജാഹിദിൻ്റെ എന്നാണ്. അത് നജീബ് മൗലവി പറഞ്ഞു നാദാപുരം ഖണ്ഡനത്തിനെ കുറിച്ച്. നമ്മുടെ അമ്പലക്കടവ് അമീദ് ഫൈസി അദ്ദേഹവും അത് പറഞ്ഞു. പല മുസ്ലിയാക്കന്മാരും അത് പറഞ്ഞു. പേരോട് തന്നെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് മുമ്പ്. മുജാഹിദ് പറഞ്ഞ് ഞാൻ തിരക്കേടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത്? ഇവിടെ സർവ്വ മുജാഹിദിനെ വളർത്തുന്നത് ഇത്രയും മുസ്ലിയാക്കന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചൂടാകുന്നുണ്ടില്ലേ? പേരോടിന് അതിനുശേഷം വലിയ മാറ്റമുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ ഒരു രൂപമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ദജ്ജാലിൻ്റെ ആ സ്വഭാവം അത് അയാൾ വിട്ടിട്ടില്ല. കാരണം അയാൾ നിലനിൽപ്പാണ്. അയാൾക്ക് വലിയ കോളേജും കാര്യങ്ങളൊക്കെ കാന്തപുരം നൽകിക്കൊണ്ട് ഒരു മൂലക്കിരുത്തിയതാണ്. അതൊക്കെ കൈമന്ന് പോകുന്നതിൽ പേടിയുണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ പറയാതിരുന്നാൽ സമസ്താലയത്തിൻ്റെ അടിവേര് മാന്തു മുജാഹിദുകൾ. ആ കോലത്തിൽ പല വിഡ്ഢിത്തങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ. പണ്ടത്തെ പോലെയല്ല. ഇതൊക്കെ വീഡിയോ റെക്കോർഡിങ്ങും ലൈവും അതും ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആളുകൾ കേൾക്കുകയാണ്. പലരും അണികൾ ചോദ്യം ചെയ്യുകയാണ്, പലരും ചോദിക്കുകയാണ് ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ആര് പഠിപ്പിച്ച, എന്ത് തെളിവാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ കിതാബിലൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ പറയുന്നതൊക്കെ വഹാബികൾ, എല്ലാം വഹാബികൾ തന്നെയാണ്. എല്ലാം വഹാബികളെ വേണ്ടിക്ക് ഇടുക ഉളുപ്പില്ലാതെ. ഇവരുടെ തട്ടകത്തിലുള്ള പുരോഹിതന്മാർ പറഞ്ഞ കാര്യത്തിന് മുജാഹിദിനെ വെക്കിട്ട് കയറേണ്ട ആവശ്യം എന്താണ് ഇയാൾക്ക്? ജനങ്ങളെ കബളിപ്പിക്കുക. ഇയാൾ പറഞ്ഞതുപോലെ എന്താണ് യഖൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കസ്സാബൂന എന്ന് പറഞ്ഞല്ലോ. ആഖിർ സമാനിൽ ചില ദജ്ജാലുകൾ, അതിൽപ്പെട്ട ദജ്ജാലുകൾ തന്നെയാണ് ഈ കുബൂരി പാതിരിമാർ. ഇവരെ തിരിച്ചറിയുക, കാര്യങ്ങൾ പഠിക്കുക, പ്രമാണങ്ങളിൽ നിന്ന് ദീൻ പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.